ഹായ്, വെൽക്കം ബാക്ക് ടു എൻ്റെ കിച്ചൺ. ഇന്ന് ഞാൻ നല്ലൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. ഇതുണ്ടാക്കിയപ്പോൾ വീട്ടിലെല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. മാത്രമല്ല, നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് കേട്ടോ പുഡിങ്ങിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യുന്നത്. ഇതൊരു അവക്കാഡോ പുഡിംഗ് ആണേ. ഈ സമയത്ത് നമുക്ക് ധാരാളം അവക്കാഡോ കിട്ടുന്നുണ്ട്. അപ്പോൾ അവക്കാഡോ വെച്ചിട്ടുള്ള ഈ ഒരു പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം ചൈന ഗ്രാസ് ഒന്ന് സോക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത്. ഈ ചൈന ഗ്രാസ് മുഴുവനായും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷമാണ് ഞാൻ ഇതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ പാതി ചൈന ഗ്രാസാണ് ഞാൻ വാഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ചൈന ഗ്രാസ് മുങ്ങുന്ന രീതിയിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ഞാൻ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും വെള്ളം ഒഴിക്കേണ്ട. സ്പൂൺ കൊണ്ട് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വെച്ചാൽ മതി. വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാനാണ് കേട്ടോ അതുപോലൊന്ന് ചെയ്തെടുത്തത്. ഇനി നമുക്ക് പാലൊന്ന് കാച്ചി എടുക്കുകയാണ് വേണ്ടത്. 1 ലിറ്റർ പാൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ പുഡിങ് ഉണ്ടാക്കിയിട്ടുള്ളത്. 1 ലിറ്റർ പാലിലോട്ട് 7 ഗ്രാമോളം ചൈന ഗ്രാസ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ദാ ചൈന ഗ്രാസും സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പാലും നമ്മൾ തിളയ്ക്കാനായിട്ട് അനുവദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവക്കാഡോ ഒന്ന് മുറിച്ചെടുക്കാം. ഇതിപ്പോൾ പഴുത്ത അവക്കാഡോയാണ് കിട്ടിയത്. സാധാരണ ഞാൻ ഇങ്ങനെ വാങ്ങിക്കാറില്ല. പച്ച വാങ്ങിച്ച് പഴുപ്പിക്കുകയായിരുന്നു പതിവ്. പഴുത്തത് വാങ്ങിച്ചത് കൊണ്ട് തന്നെ അകത്തെ അവസ്ഥ എന്തായിരിക്കും എന്നറിയില്ല. നമുക്ക് നോക്കാം. നന്നായിട്ട് പഴുത്തത് കൊണ്ട് തന്നെ മുകളത്തെ ഭാഗവും അല്പം ബ്രൗൺ കളറായിട്ടുണ്ട്. പിന്നെ കുരുള്ള ആ ഭാഗവും ബ്രൗൺ കളറായിട്ടുണ്ട്. അതെല്ലാം ഒഴിവാക്കിയിട്ട് വേണം ഇനി ഇത് ഉപയോഗിക്കാനായിട്ട്. ആദ്യം വാങ്ങിച്ചു കൊണ്ടുവന്നത് നല്ല അവക്കാഡോ ആയിരുന്നു. ആ സമയത്ത് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. ഏതായാലും ഇനി വാങ്ങിച്ച് പഴുപ്പിക്കാനൊന്നും സമയമില്ല. അതുകൊണ്ട് ഇതുകൊണ്ട് തന്നെ നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാം. ബ്രൗണായ ഭാഗം മുഴുവനും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് നല്ല ഫ്ലഷ് ഇതുപോലൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. 2 അവക്കാഡോവും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാനായിട്ട്. ബ്രൗൺ ആയിട്ടുള്ള ഭാഗമൊക്കെ കുറേ ഒഴിവാക്കിയത് കൊണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ അളവ് പറയുന്നില്ല, പിന്നീട് പറഞ്ഞുതരാം. ഇനി ഇത് ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തിളയ്ക്കാൻ വെച്ചിരുന്ന പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ സമയത്ത് ചെറിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയോ, തിളച്ച പാലിലോട്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയതാണ്. അതുകൊണ്ടാണ് ചൈന ഗ്രാസ് കയ്യിലെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇനി ഇതാ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഇതുപോലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ട് ചൈന ഗ്രാസ് നന്നായിട്ട് അലിയാനായിട്ട് അനുവദിക്കുന്നുണ്ട്. ചൈന ഗ്രാസ് അലിയാൻ എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് പുഡിങ്ങിനുള്ള ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം. ഇതിലോട്ട് കുറച്ചധികം ബ്രെഡ് ആവശ്യമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ ചൈന ഗ്രാസ് നന്നായിട്ട് ഒന്ന് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1.25 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അലിയിപ്പിച്ചെടുക്കാം. സാധാരണ പുഡിംഗ് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഈ ഒരു പുഡിങ്ങും ഉണ്ടാക്കുന്നത്. പഞ്ചസാരയും നന്നായിട്ട് അലിഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന അവക്കാഡോ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അളവ് പറയുകയാണെങ്കിൽ ഏകദേശം 250 ml കപ്പിൽ 1 കപ്പ് അവക്കാഡോ പേസ്റ്റ് ഉണ്ടായിരുന്നു. ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ കൈവിടാതെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ടിത് നന്നായിട്ട് ചൂടാക്കി എടുക്കാൻ മാത്രമേ പാടുള്ളൂ. ഒരിക്കലും ഇനി ഇത് തിളച്ചു പോകരുത്. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. മുകളിൽ ആവി വരുന്നുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഞാനിത് സ്റ്റൗവിൽ നിന്നും മാറ്റുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത്
അവക്കാഡോവും പാലും കൂടി നന്നായിട്ടൊന്ന് കമ്പൈനാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ട്രേയിൽ ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് ഇതിലോട്ട് പാലൊഴിച്ചിട്ട് ബ്രെഡ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ പാല് കഴിഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തത് കേട്ടോ. നിങ്ങൾ റെഡിയാക്കുമ്പോൾ പാല് തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കുക. ബ്രെഡ് സോക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാലും അവക്കാഡോയും ചേർത്തിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കുന്നുണ്ട്. പുഡിങ് തണുത്ത് ഒന്ന് സെറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് കേക്കിന് ബീറ്റ് ചെയ്യുന്ന അത്രയും നമ്മൾ ഇതിലോട്ട് ബീറ്റ് ചെയ്യുന്നില്ല. ഒന്ന് ക്രീമി ടെക്സ്ചർ ആവുന്നത് വരെയും മാത്രമാണ് ബീറ്റ് ചെയ്തെടുത്തത് മതി കേട്ടോ. ഇനി ഇത് മാറ്റി വെക്കുന്നുണ്ട്. പുഡിങ് തണിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലെ പുഡിങ്ങിൻ്റെ മുകളിൽ ഒരു ലെയർ ബ്രെഡ് നിരത്തി വെച്ച് കൊടുക്കാം. ഈ സമയമാകുമ്പോഴേക്കും ഹസ്ബൻഡും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വരുമ്പോൾ പാല് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ അടിയിൽ ഒരു ലെയർ ബ്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പാലില്ലാതായപ്പോൾ ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തതാണ്. മുകളിലും വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ച ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ പാല് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ഇതുപോലെ പാല് മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും ഇത് 10-15 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് അനുവദിക്കണം. ബ്രെഡ് ഒന്ന് കുതിർന്ന് കഴിയുമ്പോഴാണ് നമ്മൾ വിപ്പിംഗ് ക്രീം മുകളിലിടുമ്പോൾ അത് സെറ്റായിട്ട് കിട്ടുള്ളൂ. മാത്രമല്ല ഇതുപോലൊന്ന് പാലൊഴിച്ച് സോക്ക് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ പുഡിങ് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇതുപോലൊന്ന് പാല് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 15 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രെഡ് നന്നായിട്ട് സോക്കായിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുന്നത്. കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഐസിങ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെയും ചെയ്തെടുത്തിരിക്കുന്നത്. ഷുഗർ സിറപ്പ് ഒഴിച്ച് കേക്കൊന്ന് വെറ്റാക്കിയിട്ടാണ് നമ്മൾ അതിന് മുകളിൽ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും പാലൊഴിച്ച് കൊടുത്ത് ബ്രെഡ് നന്നായിട്ടൊന്ന് വെറ്റാക്കി എടുത്ത ശേഷം മാത്രമാണ് മുകളിൽ ഇതുപോലെ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കുന്നത്. എനിക്ക് പറ്റുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തതിന് ശേഷം വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് 1/2 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് തണുത്ത് സെറ്റായതിന് ശേഷം ഇനി ഇത് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ അല്പം പിസ്ത ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടാണ് കേട്ടോ ഇതുപോലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്താൽ മതിയാകും. ഞാനിപ്പോൾ ഇതുപോലൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവക്കാഡോ പുഡിങ് റെഡിയായി കഴിഞ്ഞു. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇനി അടുത്ത ട്രേയും കൂടെ നമുക്ക് ഇതുപോലൊന്ന് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് അവസാനം ഞാൻ കട്ട് ചെയ്യുന്നത് കാണിച്ചു തരുന്നുണ്ട്. 2 ട്രേയിലും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ഞാൻ പുഡിങ് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ട്രേയിലും നമുക്ക് പുഡിങ് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലെ അവക്കാഡോ പുഡിങ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തിളച്ച പാലിലോട്ട് നമ്മൾ അവക്കാഡോ പേസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരിക്കലും നന്നായിട്ട് തിളപ്പിക്കരുത്. ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അവക്കാഡോ ചൂടായി കഴിഞ്ഞാൽ നല്ല കയ്പ്പ് അനുഭവപ്പെടും. തിളച്ച് കയ്പ്പായി കഴിഞ്ഞാൽ അതിലെത്ര പഞ്ചസാര ഇട്ടാലും പിന്നെ മുകളിൽ സെറ്റ് ചെയ്തിട്ട് വിപ്പിംഗ് ക്രീം ഇട്ടാലും എന്ത് ചെയ്താലും നമ്മുടെ പുഡിങ്ങിൻ്റെ കയ്പ്പ് മാറില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പുഡിങ്ങിൻ്റെ അടിയിലും മുകളിലും ബ്രെഡ് വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഈ പുഡിങ് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റാണ്.
ഇനിയിപ്പോൾ അവക്കാഡോയുടെ ടേസ്റ്റും സ്മെല്ലൊന്നും ഇഷ്ടപ്പെടാത്ത കുട്ടികളാണെങ്കിലും ഇതുപോലെ പുഡിംഗ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കഴിക്കും. കാരണം ഇതിൽ നമ്മൾ 2 ലെയർ ബ്രെഡും വിപ്പിംഗ് ക്രീമും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബ്രെഡും വിപ്പിംഗ് ക്രീമും കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള 2 കാര്യങ്ങളാണ്. മാത്രമല്ല അവക്കാഡോയുടെ സ്മെല്ല് അല്ലെങ്കിൽ ടേസ്റ്റ് ഇതിൻ്റെ ഒപ്പമാവുമ്പോൾ അധികം അവർക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് കുട്ടികൾ തീർച്ചയായും ഇഷ്ടപ്പെട്ട് തന്നെ കഴിക്കും. ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷമാണ് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തത്. നല്ല സ്മൂത്തായിട്ടുള്ള ഒരു പുഡിംഗ് ആയിരുന്നു. അടിയിൽ ഗ്രീൻ കളറും മുകളിൽ വൈറ്റ് കളറിലുമുള്ള നല്ല ഭംഗിയുള്ള പുഡിംഗ് ആണ്. നല്ല സ്മൂത്ത് ആൻഡ് ടേസ്റ്റി പുഡിംഗ് ആണ്. നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ഈദിന് ഞാൻ ഉണ്ടാക്കിയ പുഡിംഗ് ആണ് കേട്ടോ ഇത്. എൻ്റെ നൈബേഴ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെന്താ, എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ. താങ്ക് യു.